ഞാൻ ആലപിക്കാൻ എടുത്തിരിക്കുന്ന കവിത ചാത്തം. ഈ കവിത എടുത്തിരിക്കുന്നത് കീഴാറൂർ മുരളിയുടെ കീഴാർ കവിതകളിൽ നിന്നാണ്. അപ്പോൾ ഈ ചാത്തം എന്ന് പറഞ്ഞാൽ അർത്ഥം ശ്രാദ്ധം എന്ന് പറഞ്ഞാൽ മരിച്ചവർക്ക് വേണ്ടി നമ്മൾ ആണ്ടോടാണ്ട് കൊടുക്കുന്ന ബലി തർപ്പണത്തിനെയാണ് ശ്രാദ്ധം എന്ന് പറയുന്നതാണ് ചാത്തം. അപ്പോൾ ഇതിൽ പ്രതിപാദിക്കുന്നത് വരരുചിയും പഞ്ചമിയും. വരരുചി ബ്രാഹ്മണനും പഞ്ചമി ഒരു പറയുകയാണ്. അപ്പോൾ അവർക്കുണ്ടാകുന്ന മക്കൾ 12 പേർ, പറയിപെറ്റ പന്തിരുകുലം എന്നാണ് നമ്മളത് അറിയപ്പെടുന്നത്. അപ്പം ഈ മക്കളെല്ലാവരും കൂടെ ഒത്തുകൂടി ശ്രാദ്ധം ചെയ്യുന്നതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ക്രോഡീകരിച്ചുകൊണ്ട് കവിയുടെ ഭാവനയിൽ ചാത്തം നമുക്ക് കേൾക്കാം. ഈ പുസ്തകം അച്ചടിച്ചിരിക്കുന്നത് ഭരതി പബ്ലിക്കേഷൻസ്, തിരുവനന്തപുരം. അപ്പോൾ എൻ്റെ ശ്രമമാണ് ഈ കഥ ശരിക്കും മനസ്സിലാക്കുന്നവർക്ക്, എന്നുവെച്ചാൽ ഈ കഥ നമുക്കറിയാമെങ്കിൽ മാത്രമേ ഇത് അതിൻ്റേതായ രീതിയിൽ നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോഴെല്ലാവരും ഒന്ന് കേൾക്കുക. രാമം ദശരഥം വിധി മാം വിധി തോന്നായികലിന്നു വരരുചി തേങ്ങി മായുവാനിന് രാമേതി രാമനോടൊപ്പം വനയാത്ര പുണ്യം. ജ്ഞാനിയാണെന്നാൽ അഹങ്കാര ഭാവം ജ്ഞാനത്തിനില്ല. പറയിപെറ്റെന്നു പൈതൽ വളർന്നാൽ അപമാനഭാരം. പെൺകുഞ്ഞിനു അന്നോ ഗതി ഇത് തുല്യം. രാജ്യ രക്ഷാർത്ഥമൊരു ഉന്മൂലനാശം. പ്രാണരക്ഷാർത്ഥം തടിനി പായുന്നു. ബ്രഹ്മം വിളങ്ങുമൊരില്ലത്തു നിന്ന് വൈശ്യം കഴിക്കെ വിധി വിളയാട്ടം. ചേലൊത്ത കൂന്തൽ തഴുകിടുന്നേരം ചരത്തു ചാഞ്ഞ മുറിപ്പാടു ബാക്കി. ദേശാടനത്തിനിണക്കിളി വീണ്ടും വായുണ്ടോ? ചോദ്യത്തിനുത്തരം നൽകി മാതൃഹൃദയ തപം വ്യർത്ഥമോഹം വായില്ല. ചൊല്ലിയതന്വർത്ഥമായി മേഴത്തൂർ രജകനകഊര് ചാത്തൻ. കാരയ്ക്കലമ്മ കേളപ്പു കൂറ്റൻ കേൾ. തിരുവങ്കരത്തു പാണനാരു വള്ളോൻ. നാറാണത്തു ഭ്രാന്തനും പെരുന്തച്ചൻ വടുതല നായരും പാക്കനാരും വന്നൊന്നായി ശ്രാദ്ധ മുരേ തൃണം തന്നിൽ. ജാതിയേതേതു മതമേതു ദേശം സാക്ഷാത് പരബ്രഹ്മമൊന്നാണു ലോകം. ശംഖചക്രം ഗത പങ്കജം കാൺകെ അന്തർജനത്തിനഹങ്കാരശാന്തി. മന്തുകാലും ഭ്രാന്തു മുന്തും ശിലയും പന്തുപോൽ താഴേക്കുരുട്ടും ചിരിയും. ഔന്നത്യമേറാൻ കടമ്പ കടുപ്പം. തച്ചുടയ്ക്കാനെന്തെളു താം എളുപ്പം. ചാത്തമുണ്ണാൻ കൂട്ടുകാരനും കൂടി ദാഹമകറ്റാനറിയാതെ തേങ്ങി. അറിയാതെയാപത്തു വരുമെന്നിരിക്കെ അനുകരിച്ചിടാൻ തുനിയുന്നു ലോകം. തിക്തം ചുരയ്ക്കയിൽ ചാത്തൻ്റെ സൂക്തം. മനഃശുദ്ധിയല്ലാതൊരു ശുദ്ധിയുണ്ടോ? പാക്കനാർ ചൊല്ലിയ പാതിവൃത്യത്തെ ഏതു കടലിൽ തിരയണം നമ്മൾ? കോവൽ ചുവട്ടിൽ പിതൃക്കൾ സായുജ്യം. കോവൽ പുരാണം മറന്നേ മനുഷ്യർ. വാസ്തവമെന്തെന്നറിയാതെ നമ്മൾ ആരോപണത്തിനാൽ അട്ടയെ നേടും. അവിടെക്കിടയെന്നാൽ ഇവിടെ കിടക്കൂ. ദിവ്യത്വമൂറുന്ന വിഗ്രഹം കാൺകെ ധിക്കറിഞ്ഞിടാ. കുളത്തിൽ കരയിൽ പെരുന്തച്ചനെന്നും ചുവട് തേടുന്നു. വായില്ല കുന്നിലപ്പനത്രേ ശ്രേഷ്ഠൻ. വായില്ല ജീവിതം ഇന്നേറെ ശ്രേഷ്ഠം. പാക്കനാർ ചൊല്ലിയ പാതിവൃത്യത്തെ ഏതു കടലിൽ തിരയണം നമ്മൾ? കോവൽ ചുവട്ടിൽ പിതൃക്കൾ സായുജ്യം. കോവൽ പുരാണം മറന്നേ മനുഷ്യർ. വാസ്തവമെന്തെന്നറിയാതെ നമ്മൾ ആരോപണത്തിനാൽ അട്ടയെ നേടും. അവിടെക്കിടയെന്നാൽ ഇവിടെ കിടക്കൂ. ദിവ്യത്വമൂറുന്ന വിഗ്രഹം കാൺകെ ധിക്കറിഞ്ഞിടാ. കുളത്തിൽ കരയിൽ പെരുന്തച്ചനെന്നും ചുവട് തേടുന്നു. വായില്ല കുന്നിലപ്പൻ എത്ര ശ്രേഷ്ഠൻ. വായില്ല ജീവിതമിന്നേറെ ശ്രേഷ്ഠം.
കീഴാർ മുരളിയുടെ ചാത്തം ഇവിടെ അവസാനിക്കുന്നു. എല്ലാ പേർക്കും നന്ദി, നമസ്കാരം.